സർവകലാശാലയുടെ നിയമാവലി അംഗീകരിച്ച് അത് വെച്ച് ഒപ്പിട്ട് കൊടുത്ത കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘാടകർ ആ ഹാള് സെനറ്റ് ഹാൾ എടുത്തിട്ടുള്ളത്. ചരിത്ര പ്രാധാന്യമുള്ളതാണ് സെനറ്റ് ഹാൾ. പക്ഷേ അതിനുശേഷം നിയമാവലിക്ക് വിരുദ്ധമായി സംഘാടകർ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ മാറ്റം വരുത്തണം എന്ന് സർവകലാശാല പറയുന്ന നില കൂടിയുണ്ടായി. പക്ഷേ സംഘാടകരും അത് കേട്ടില്ല. സ്വാഭാവികമായി അവർ കേൾക്കേണ്ട കാര്യമില്ല. കാരണം ചാൻസലറായിട്ടുള്ള സർവകലാശാലയുടെ ചാൻസലർ തന്നെ സർവകലാശാലയുടെ നിയമാവലിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ സന്നദ്ധനായി നിന്നാൽ എന്തിന് സംഘാടകർ പിൻവാങ്ങണം? സ്വാഭാവികമായും അങ്ങനെയൊക്കെയാണ് അവിടെ നടന്നത്. അവിടെയാണ് അതിശക്തമായ പ്രതിഷേധം കണ്ടത്. ഞാൻ ശ്രീ സജീവൻ, ഈ കോണ്ടെക്സ്റ്റിൽ വളരെ ശക്തമായ, വളരെ മാരകമായ പ്രഹരശേഷിയുള്ള ഒരു പ്രയോഗം ഇന്നലെ എം സ്വരാജിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക സംഘപരിവാരവും ഹിന്ദുത്വ താലിബാനും എന്നുള്ളതാണ്. ഈ വിഷയത്തിലേക്ക് എടുത്താൽ ഹിന്ദുത്വ താലിബാൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ഗവർണർക്ക് ജയ് വിളിക്കാൻ ആ സെനറ്റ് ഹാളിൻ്റെയും സർവകലാശാലയുടെയും പരിസരത്ത് എത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഈ ഹിന്ദുത്വ താലിബാനെതിരെ നിലപാടെടുക്കുന്ന ഇസ്ലാമിക സംഘപരിവാരത്തിന് വലിയ നിശബ്ദത, വലിയ മൗനം ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഈ ശക്തമായ പോരാട്ടത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പ്രത്യക്ഷത്തിൽ ഈ പൊതുവീഥിയിൽ സമരത്തിന് വരേണ്ടവരല്ലേ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിൻപറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, അവരുടെ വിദ്യാർത്ഥി പ്രാതിനിധ്യം, വിദ്യാർത്ഥി സമൂഹം, അതുപോലെ യുവത്വം കാണാനേ ഇല്ലല്ലോ. ഇല്ല, അവർക്ക് വരാൻ എങ്ങനെ കഴിയുക? ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണല്ലോ. ചില തെറ്റുകൾ അങ്ങനെയും തിരുത്തി എന്നൊരു ഒരു വിശ്വാസമോ ആശ്വാസമോ ആകാമായിരുന്നു. അല്ല, കാരണം അവർക്ക് അന്ന് ഇതുവരെ ഒരു AK ആന്റണിയാണ് ആ അടിയന്തരാവസ്ഥ തള്ളി പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആളുകളല്ലാതെ ഈ ഇത്തരത്തിൽ ഇപ്പോഴും അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ മുതൽ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ വരെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരോ ആരും അന്നത്തെ അടിയന്തരാവസ്ഥ അത് ഏകാധിപത്യത്തിന്റെ പ്രവണതയായിരുന്നു, അതിനെ ഞങ്ങൾ തള്ളി പറയുന്നു ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരിപ്പോഴും അതിൻ്റെയൊക്കെ ഒരു അതിന്റെ ആലസ്യത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് ആകെ പ്രശ്നം ഉണ്ടാവുക ഞങ്ങൾക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനോ ഞങ്ങളുടെ നേതാവിനെ വെച്ചുകൊണ്ട് ഏകാധിപത്യത്തിലേക്ക് പോകാനോ കഴിയില്ല എന്നുള്ളതായിരിക്കും. അവർക്ക് ഈ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വിമർശിക്കണമെങ്കിൽ ആ വിമർശിക്കുമ്പോൾ അത് നമ്മുടെ ഭാഗത്ത് അത്തരം തെറ്റുകൾ ഉണ്ടാവാതിരിക്കുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ പറ്റിപ്പോയ തെറ്റിനെ നമ്മൾ തള്ളിപ്പറയുമ്പോഴാണ്. അങ്ങനെ തള്ളിപ്പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ശക്തമായിട്ട് ഈ പോരാട്ടം, ഇതിപ്പോ വെറും ഒരു പരിപാടി, ഇപ്പൊ ഇന്ന് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്നൊരു പരിപാടി മാത്രമല്ലല്ലോ, അവിടെ ഭാരതാംബയെ കൊണ്ടുവന്ന പ്രശ്നം മാത്രമല്ലല്ലോ. ഈ കുറച്ചു കാലമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഘട്ടത്തിൽ 2ാമത്തെ ടേം വന്നതോട് കൂടിയിട്ട് വളരെ കൃത്യമായിട്ട് അജണ്ടയോട് കൂടിയിട്ട് ഈ പേരുമാറ്റങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മുടെ ഈ പാർലമെന്റ്, പുതിയ പാർലമെന്റ് മന്ദിരം, നമുക്കറിയാലോ, ഇത് മതേതര രാജ്യമാണ്, എല്ലാ മതങ്ങൾക്കും ഒരേപോലെ അവകാശമുള്ളതാണ്. ആ രാജ്യത്താണ് നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ വേദിക്ക് പുറകിലായിട്ട് ഈ വെച്ചിട്ടുള്ള എന്താണ്, അവിടെ ഈ ദശാവതാര കഥയാണ്. 10 അവതാരം, വിഷ്ണുവിന്റെ 10 അവതാരങ്ങളാണല്ലോ കൊത്തിവെച്ചിട്ടുള്ളത്. അതിൽ തന്നെ പണ്ടൊക്കെ പറഞ്ഞിരുന്ന ദശാവതാരത്തിലെ പേരുകൾ ഒന്ന് മാറ്റിയിട്ട് ആണ് അവിടെ പിന്നീട് ബുദ്ധനെ കൊണ്ട്, ദൈവനിഷേധിയായ അക്കാലത്ത് ചാതുർവർണ്ണ മതത്തെ പൂർണ്ണമായിട്ട് നിഷേധിച്ചിരുന്ന ആളാണ് ബുദ്ധൻ. ആ ബുദ്ധന്റെ രൂപം കൂടി അവിടെ കൊത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എല്ലാം തങ്ങൾക്ക് വേണ്ട രൂപത്തിൽ, പണ്ടിപ്പോ ഭാരതാംബയെ കുറിച്ച് ലാലൊക്കെ പറഞ്ഞില്ല ഇവിടെ. അപ്പൊ അതിലൊരു ഒരു കാര്യം എന്ന് പറയുന്നത്, അക്കാലത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡം അന്ന് രാജ്യം പോലുമല്ല, എത്രയോ 100 കണക്കിന് രാജ്യങ്ങളും ചെറുകിട രാജ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ജാതി അല്ലാതെ മതം ഒരു സംഭവം ഉണ്ടായിരുന്നേ ഇല്ല. പിന്നീടാണ് ആര്യന്മാർ കൊണ്ടുവന്നിരുന്ന ആദ്യത്തെ മതമായിട്ട് ചാതുർവർണ്ണ മതം ഉണ്ടാവുന്നത്. അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഈ ശ്രമണന്മാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ബുദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അവരൊന്നും മതം സ്ഥാപിച്ച ആളുകളല്ല. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്താണ്, എവിടെയാണ് ഭാരതാംബയ്ക്ക് സ്ഥാനമുള്ളത്? പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പോലും ഒരു രാജ്യമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കൈവശമുള്ള ഭൂമി പകുത്തു നൽകിയിട്ട് അതിനുശേഷം ഉള്ള 500 ചില്ലാനം നാട്ടുരാജ്യങ്ങളെ നമ്മൾ ഏകോപിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കൈകൂട്ടിലുള്ള കൂടി ചേർത്താൽ 1000-ലേറെ ഈ രാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എങ്ങനെയാണ് ഒരൊറ്റ രാജ്യമായിട്ട് ഈ ഭാരത രാജ്യം എന്ന് പറയുന്ന രാജ്യം ഏത് കാലത്താണ് ഉണ്ടായിട്ടുള്ളത്?
അപ്പൊ ഇതൊക്കെ മാറ്റി അവർക്ക് പക്ഷെ വേണ്ടത് ഈ കാവിക്കൊടിയെ എങ്ങനെയെങ്കിലും ഈ ത്രിവർണ്ണ പതാകയെ മാറ്റിയിട്ട് ഇവിടുത്തെ പതാകയായിട്ട് മാറ്റണം. ക്രമേണ ഈ പറയുന്ന രൂപത്തിൽ ചാതുർവർണ്ണത്തിലേക്ക് ബുധനെ കൂടി കൊണ്ടുവന്ന ഒരു രീതി പോലെ എല്ലാം അസിമിലേഷൻ ആക്കിയിട്ട് അതിന്റെ കയ്യിൽ ഇപ്പം പൂർണ്ണമായിട്ടും ഇതിനെ ഒരു സംഘപരിവാറിന്റെ ഒരു മതം, ചാതുർവർണ്ണത്തിന്റെ വിപുലീകൃത മതം ആക്കി മാറ്റിയിട്ട് ആ രാജ്യത്തെ ഒരു മതരാജ്യമാക്കിയിട്ട് മതരാഷ്ട്രമാക്കി മാറ്റണം. ഞാൻ അവിടെ വ്യത്യസ്തമായ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതാണ് അതിലൊരു കൗതുകകരമായൊരു കാര്യമുള്ളത്. കാരണം കേരളത്തിൽ നമ്മൾക്കറിയാം ഇത്തരം സംഘ്പരിവാർ RSS പ്രത്യയശാസ്ത്രത്തിൻ്റെ ഓരോ നീക്കത്തെയും അതിശക്തമായി എതിർക്കുന്ന വളരെ ശക്തമായ ഒരു ഇടത് രാഷ്ട്രീയ ധാരയിൽ നിന്നുകൊണ്ടാണ് CPIM അതിനെ നയിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതാർക്കും അറിയാത്തതല്ല. പക്ഷേ തരാതരം പോലെ അതിൽ പല ആരോപണങ്ങളും ദുസൂചനകളും കൊടുക്കുന്നതിൻ്റെ ഒരു അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ കാലത്ത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തുണ്ടല്ലോ. പക്ഷേ അതെല്ലാം നിൽക്കുമ്പോഴും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ സമരം ചെയ്യാൻ, പ്രതിഷേധിക്കാൻ, മുൻപന്തിയിൽ നിൽക്കാൻ, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള ഏക രാഷ്ട്രീയം എന്നുള്ളത് ഇടതു രാഷ്ട്രീയമാണ് കേരളത്തിൽ. ആ ഇടതു രാഷ്ട്രീയത്തെ ഇടത് ഹിന്ദുത്വം എന്ന് എഴുതുന്ന, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇടത് ഹിന്ദുത്വം എന്നെഴുതുന്നൊരു വർഗീയ മാധ്യമ പരിസരത്തിന് മറിച്ചു പറയേണ്ടത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഇസ്ലാമിക സംഘപരിവാരം എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എക്കാലത്തും ഇതാണ് ഈ ഇടതുപക്ഷം ഇവിടെ വരുമ്പോഴുണ്ടാവുന്ന പേടി. അത് ഒന്നാമത്തെ EMS സർക്കാരിന്റെ കാലത്ത് തന്നെ അറിയാമല്ലോ. ആ സമയത്ത് അതിനെ പിരിച്ചുവിടാൻ വേണ്ടി ഇന്ദിരാഗാന്ധി വേഷം കെട്ടി വന്ന ഇത് കൂടിയാണല്ലോ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നായില്ലേ. അപ്പോ അന്ന് കൂടെ ഉണ്ടായിരുന്നു ഏതൊക്കെ തരത്തിലുള്ള വർഗീയവാദികളാണ് ആ ഒരു നീക്കത്തിന്, സർക്കാരിനെതിരെയുള്ള വിമോചന സമരത്തിനൊപ്പം ഉണ്ടായിരുന്നത്. അവർക്ക് ദോഷം ചെയ്യാവുന്ന ഒരു സർക്കാർ വന്ന് 2 വർഷം തേക്കാൻ പോലും സമ്മതിക്കാതെ ആണ് ശരിക്കും നോക്കിയാൽ സജീവൻ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ ടെസ്റ്റ് ഡോസ് ആയിരുന്നു 59-ൽ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിട്ട ആ നടപടി. അതിലൂടെ ആർജിച്ചെടുത്ത ഒരു ധൈര്യമാണ് 75-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയായി അവരെ വളർത്തിയത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അവര് ഏതൊരു ഏകാധിപത്യത്തിലേക്ക് പോകുന്ന, ഏകാധിപത്യമാവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്ന ആള് ചെയ്യുന്ന 2-3 കാര്യങ്ങൾ. അതിലൊന്ന്, സ്വന്തം പാർട്ടിയിലെ തന്നേക്കാൾ ഉയരമുള്ള തലകളെല്ലാം വെട്ടിമാറ്റും. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതുപോലും, അച്ഛൻ പ്രധാനമന്ത്രി ആയിരിക്കെ എത്രയോ വലിയ നേതാക്കന്മാർ, പ്രധാനമന്ത്രിക്ക് നെഹ്റുവിന് തുല്യരായിട്ടുള്ള എത്രയോ നേതാക്കന്മാർ കോൺഗ്രസിൽ ഉണ്ടായിരിക്കെ ഇന്ദിരാഗാന്ധിയെ പ്രസിഡന്റാക്കി. അത് നെഹ്റു ഭരിച്ച ഉടനെ തന്നെ ശാസ്ത്രീയ മന്ത്രിസഭയിൽ മന്ത്രിയാവുമ്പോൾ പാർലമെന്റ് അംഗം പോലും അല്ല, പിന്നെ രാജ്യസഭയിലൂടെയാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ശാസ്ത്രി മരിക്കുന്നു, അതിന് തൊട്ട് പിന്നാലെ തന്നെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് മൊറാർജിയെ തോൽപ്പിച്ചുകൊണ്ട് അവർ വരുന്നു. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അജണ്ടയാണ്. അങ്ങനെ ഓരോരോ പടി കടന്നിട്ടാണ് വരുന്നത്. യുദ്ധമുണ്ടാക്കിയിട്ട് ഇവിടെ തനിക്ക് അനുകൂലമായിട്ടൊരു സംഭവം ഉണ്ടാക്കുന്നു. നരേന്ദ്രമോദിയെയും യുദ്ധത്തിലൂടെയാണല്ലോ ഇപ്പം രാജ്യത്തിന്റെ ഏറ്റവും വലിയ രക്ഷകനായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പൊ ഏകാധിപത്യത്തിലേക്ക് പോകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്യും. അതാണ് അവസാന ഘട്ടത്തിൽ ഈ പറയുന്നത് കോടതിയെ നിയന്ത്രിക്കുക, നീതിപീഠം എന്ന് പറയുന്നത് സ്വന്തം കാൽക്കീഴിൽ. അതെ, താങ്കൾ പറഞ്ഞ പോലെ ആ ഏകാധിപത്യത്തിന്റെ പിന്മുറക്കാരായിട്ടുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് സ്വാഭാവികമായും ഇതിനെതിരെ ഒന്നും സമരം ചെയ്യാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ ബോധ്യം കൂടി പകർന്നു തന്നു ഈ 50 ആണ്ടിൻ്റെ ഈ ദിവസം തന്നെ എന്നുള്ളതാണ്. അത്ര ശക്തമായി സമരം ചെയ്യേണ്ട, പ്രതിഷേധിക്കേണ്ട ഒരു വൈകുന്നേരം അതിനിറങ്ങാത്ത കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആ രാഷ്ട്രീയം ഏകാധിപത്യത്തിൻ്റെ പിന്മുറക്കാർ തന്നെയാണ് തങ്ങൾ എന്ന ശക്തമായ രാഷ്ട്രീയ നിരീക്ഷണം അവർ തന്നെ കേരളത്തിന് പകർന്നു തന്നിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്.